ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരികയാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയുടെ മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റ് എത്തി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഒബ്സർവേഷനിലാണ് പ്രതി ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് മെഡിക്കൽ ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണിപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയുടെ മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റ് എത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരം വരുന്നത്. അനു, തുടരാം. ഇപ്പോൾ മൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റ് എത്തി എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ അഫാന്റെ മൊഴി എടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മജിസ്ട്രേറ്റ് എത്തിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് ഈ പ്രതിയുടെ മൊഴി എടുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ഒബ്സർവേഷനിലാണ് പ്രതി ഉള്ളത്. ഈ പ്രതിക്ക് ഇപ്പോൾ ആരോഗ്യ അവസ്ഥ മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് വളരെ വേഗം മജിസ്ട്രേറ്റിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും പ്രതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. കാരണം വളരെയധികം കോളിളക്കമുണ്ടാക്കിയ, ഞെട്ടലുണ്ടാക്കിയ പൈശാചികമായ ഒരു കൊലപാതക പരമ്പര, ആ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രധാനമായും ഈ വേഗത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തി, ഇതിന്റെ മോട്ടീവ് എന്താണ്, എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, അതിന്റെ ഉപയോഗിച്ച ആയുധങ്ങളടക്കം എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ സംഘം പ്രതിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടതിനെ തുടർന്ന് വളരെ വേഗത്തിൽ മജിസ്ട്രേറ്റിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. മജിസ്ട്രേറ്റ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മജിസ്ട്രേറ്റ് ഈ പറയുന്ന അഹാന്റെ മൊഴി രേഖപ്പെടുത്തും എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്നത്. ഗൗതം, അപ്പോൾ അനു, പോലീസ് ഏറ്റവും വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു എന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ പോലീസിന്റെ മുന്നിൽ ഇങ്ങനെ ഇപ്പം നമുക്കറിയാം, ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉള്ള ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു പ്രതി ഒരു 23-കാരനെങ്കിൽ 5 കൊലപാതകങ്ങൾ, അതിദാരുണമായ അല്ലെങ്കിൽ പൈശാചികമായ കൊലപാതകങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ പോലീസിന്റെ മേലും ചോദ്യങ്ങൾ ഉണ്ടാകും. കാരണം ഇങ്ങനെ ഒരിടത്ത് കൊലപാതകം നടത്തുന്നു, അതിനുശേഷം ബൈക്കിൽ യാത്ര ചെയ്ത് വന്ന് മറ്റൊരിടത്ത് കൊലപാതകം നടത്തുന്നു, അതിനുശേഷം വീണ്ടും ബൈക്കിൽ യാത്ര ചെയ്യുന്നു, അവിടെ എത്തി മൂന്നാമത്തെ ഇടത്തും കൊലപാതകങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സാധ്യത, അതിനുശേഷം പ്രതി സ്റ്റേഷനിലെത്തി പറയുമ്പോൾ മാത്രമാണ് ഈ പോലീസ് ആയിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചും ഈ പ്രതി ആദ്യം മൊഴി നൽകിയപ്പോൾ അവരും അന്താളിച്ചു പോയത് അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഈ പ്രതി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തി എന്നുള്ള കാര്യം പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിയുടെ മൊഴി വളരെ വേഗത്തിൽ ഇന്ന് രാത്രി തന്നെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. മജിസ്ട്രേറ്റ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഒബ്സർവേഷനിലുള്ള പ്രതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഗൗതം.